2 മെസ്സേജിലും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോഗ് ലൈറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ ഞാൻ അന്ന് രാത്രി പറഞ്ഞ ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും പിന്നെയും ചോദിച്ചത്. ഇതിൽ ആ ഗ്രീൻ പോസിറ്റീവായിട്ട് കണക്കാക്കിയാൽ മാത്രം മതി. ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്, ദിസ് മീ മൈ 46. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡൗട്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ. അപ്പോൾ ഫോഗ് ലൈറ്റിൻ്റെ ഫിറ്റിങ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർമലി നമുക്ക് ഈ 3 വേ സ്വിച്ചിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ആയിരിക്കും എപ്പോഴും പോസിറ്റീവായിട്ട് വരുന്നത്. ബാക്കി കാണാമല്ലോ നമുക്ക് ഈ ഗ്രീന് പോസിറ്റീവായിട്ട് വരും. മറ്റേ റെഡും ബ്ലാക്കും വന്നിട്ട് സാധാരണ നമ്മൾ ഈ ഫോഗ് ലൈറ്റിന് 3 വയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഈ 2 വയേഴ്സ് കണക്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഫോഗ് ലൈറ്റിൽ നിന്ന് ഇപ്പം യെല്ലോ, ഗ്രീൻ അങ്ങനത്തെ കളറെന്ന് വെച്ചോ. അപ്പോൾ അതിൽ ഫോഗ് ലൈറ്റിൽ നിന്ന് വരുന്ന ഒരു മെയിനായിട്ട് വരണം. അതായത് നമുക്കിപ്പോൾ കത്താൻ സഹായിക്കുന്ന ഒരു മഞ്ഞയായിരിക്കാം, ചുവപ്പായിരിക്കാം. ഓക്കെ, അതിലൊരു ബ്ലാക്ക് വയറും കാണാം. ബ്ലാക്ക് വയർ നമ്മൾ എടുത്താൽ കൊടുത്താൽ മതി. ബാക്കി രണ്ടും ഈ റെഡിലും ബ്ലാക്കിലുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഇതിൻ്റെ ഗ്രീന് വന്നിട്ട് നമ്മൾ ഈ ലോക്ക് സെറ്റ് ഉണ്ടല്ലോ, ലോക്ക് സെറ്റ് മീൻസ് ഈ കീ ഓൺ ആക്കുമ്പം ഇഗ്നിഷൻ ഓൺ ആവണതാണ് ലോക്ക് സെറ്റ്. ഓക്കെ, അതിലാണ് നമ്മൾ ഈ സ്വിച്ച് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓണും ഓഫ് ആക്കണതനുസരിച്ച് മാറും. ഇതാണ്ടോ ലൈറ്റ് കത്തിയത് കണ്ടോ. അപ്പോൾ ഇതിനി എല്ലാം ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ വർക്കിംഗ് കണ്ടോ. ഇതിപ്പം സ്ട്രൈറ്റ് അപ്പ് ചെയ്യുമ്പം നിങ്ങൾ പറയും ഞാൻ എതിരെ വരണവരുടെ കണ്ണിലടിക്കാൻ കണക്കിനായിരിക്കും വച്ചിരിക്കുന്നതെന്ന് വിചാരിക്കും. കാരണം സ്ട്രൈറ്റ് ആണ്. പക്ഷേ നമ്മൾ ഈ വണ്ടി ഓടിച്ച് പോകണ വഴിക്ക് ഈ വ്യൂ ഉണ്ടല്ലോ, ഈ ഹെഡ്ലൈറ്റിൻ്റെ വ്യൂ വന്നിട്ട് ഇത്രയും ജസ്റ്റ് സ്പ്രെഡായി നിൽക്കും. അതിനെക്കാട്ടി കുറച്ചുകൂടി ദൂരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പം വലിയ വിഷയമില്ലാതെ കത്തും. കണ്ട, ഇതിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചെറിയ സ്പോട്ട് ലൈറ്റുകൾ തോന്നും, പക്ഷേ നല്ല വെട്ടമുണ്ട്. രാത്രി ആകുമ്പോഴേ അത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൽ പറഞ്ഞ മെക്കാനിസം വരുന്നത്. ഇത് യെല്ലോ, വൈറ്റൊക്കെ ഒരു രക്ഷയില്ലാത്ത വെട്ടമാണ്. രാത്രിയൊക്കെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം ഈ പകലത്ത് ഇത് കണ്ടിട്ട് വലിയ കാര്യമില്ല. എന്നാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത്. അപ്പോൾ ഇതിൽ വേറെ ഡൗട്ട് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ DB ഊരിയ സൗണ്ടിനെ കേൾപ്പിക്കുമെന്ന്. ഇപ്പം ഞാൻ DB ഊരി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഫ്രീ ഫ്ലോ എക്സോസ്റ്റാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. എക്സോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് 250 എക്സോസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെ. അപ്പം ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് സൗണ്ട് എനിക്ക് കേൾപ്പിച്ചു തരാം. ഇപ്പോൾ നമുക്ക് വന്ന 2 മെസ്സേജിലും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോഗ് ലൈറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ ഞാൻ അന്ന് രാത്രി പറഞ്ഞ ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും പിന്നെയും ചോദിച്ചത്. ഇതിൽ ആ ഗ്രീന് പോസിറ്റീവായിട്ട് കണക്കാക്കിയാൽ മാത്രം മതി. പിന്നെ ബാക്കി 2 ഫോഗ് ലൈറ്റില്ല കണക്ഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ഇതിൽ ഇപ്പോൾ നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ DB ഊരിയിട്ടുള്ള സൗണ്ടാണ്. ഇതിൽ DB വെച്ചിട്ടുള്ള സൗണ്ട് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, DB സെറ്റ് ചെയ്തിട്ടുണ്ട്. 10ൻ്റെ സ്പാൻഡർ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മെക്കാനിക്സ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സൗണ്ട് വ്യത്യാസം കേട്ട് നോക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.